അപ്പാനിയും അനുമോളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുമോള് മാക്സിമം പുറത്തുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റാറ്റസ് അറിയാനായിട്ടുള്ളൊരു ശ്രമം എല്ലാവരുടെ അടുത്തും കിടന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പാനിയുടെ അടുത്തും ചെല്ലുന്നുണ്ട്. ഒരു ഇമോഷണലായ രീതിയിൽ കരച്ചിലൊക്കെ വരുന്നുണ്ട് അനുമോൾക്ക്. ഇവിടെ പയറിൻ്റെ പ്രശ്നമാണ്, നിങ്ങൾ പോയി പിന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇവിടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ അപ്പാനി പറയുന്നുണ്ട്, ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് നിൽക്ക്, ഇത് ഇനിയിപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ, കളിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പം അനുമോള് പറയുന്നുണ്ട്, നല്ലൊരു ഗെയിമറായിട്ട് നിൽക്കുക. ഞാൻ ഗെയിമറല്ല ചേട്ടാ, ഞാൻ ജെന്യൂനായിട്ടാണ് നിൽക്കുന്നതെന്നൊക്കെ അനുമോൾ ഇങ്ങനെ പറയുന്നുണ്ട്. കാര്യം കുറച്ചൊക്കെ ജെന്യൂനാണെങ്കിലും കുറച്ചൊക്കെ അനുമോളുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, അത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അനുമോൾ ജെന്യൂനാണ് ഞാൻ പുറത്തേക്ക് വിടാനുള്ള ശ്രമമാണ്. അതിനുശേഷം പയറിൻ്റെ ഇഷ്യൂ പറയുന്നുണ്ട്. പിന്നെ അനീഷിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അപ്പാനി പറയുന്നുണ്ട്, ഈ ലാസ്റ്റ് സമയത്ത് 6 ദിവസമുള്ളപ്പോൾ അത് വന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നെഗറ്റിവിറ്റിയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. പപ്പാനി പറയുന്നുണ്ട്, അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, നീ ധൈര്യമായിട്ട് നിൽക്കുക, നെഗറ്റിവിറ്റി ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അനുമോളിന് അത്യാവശ്യം നെഗറ്റിവിറ്റി പുറത്തുണ്ട്, അതുകൂടാതെ നല്ല സപ്പോർട്ടും ഉണ്ട്. അത് പക്ഷേ പറയാനായിട്ട് പറ്റുന്നില്ല. അതിൻ്റെ ഇടയിൽ പ്ലാച്ചി ഇരിക്കുന്നതുണ്ട്. പപ്പാനി പ്ലാച്ചീനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ പ്ലാച്ചി കാരണമാണ് ഞാൻ പുറത്തായതും, പ്ലാച്ചീൻ്റെ കാരണം ഞാൻ എത്ര തെറി പുറത്ത് കേട്ടു എന്നറിയുമെന്നൊക്കെ ചോദിച്ച് ഒച്ചയെടുക്കുന്നുണ്ട്. പിന്നെ അവർ എന്തോ പറയുന്നത് നമ്മളെ കാണിക്കുന്നില്ല. ആ സമയത്താണ് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നത്. അപ്പാനി ഓർമ്മയുണ്ടല്ലോ എന്ന്. അപ്പോൾ എല്ലാവരും ഓടിച്ചെല്ലുന്നുണ്ട്. അപ്പാനീനെ ചീത്ത പറയുന്നത്, നീ എന്തിനാണ് ഈ പുറത്തുള്ള കാര്യങ്ങൾ പറയുന്നത്, എനിക്ക് പനിയായിട്ട് നിന്ന് ഇറങ്ങിപ്പോൾ കൂടെ എന്ന് പറയുന്നുണ്ട്. അക്ബറും പറയുന്നുണ്ട്, എന്തെങ്കിലും പറയാനാണെങ്കിൽ ഇവിടെ വന്നിരുന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പാനിയും അനുമോളും അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അനീഷിൻ്റെ ഇഷ്യൂ എങ്ങനെയാണ് പുറത്ത് ഇപ്പം നടക്കുന്നത്, അതെങ്ങനെയാണ് ആൾക്കാരെടുത്തിരിക്കുന്നത്, അത് അനുമോളെ പറ്റി എന്താ പറയുന്നത്, അതെല്ലാം കേൾക്കാനായിരിക്കുള്ളൂ എനിക്ക് തോന്നുന്നു അനുമോൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം, ആരെങ്കിലും അത് പറയുമോ എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി ഓരോ ആൾക്കാരുടെ അടുത്തും ചുറ്റിപ്പറ്റി നടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്.